നമസ്കാരം. രാജ്യം ഇന്ന് വലിയൊരു കുതിപ്പിന്റെ പാതയിലാണ്. വികസനത്തിന്റെയും അഭിമാനത്തിന്റെയും പുതിയ അധ്യായങ്ങൾ ഓരോ ദിവസവും ഭാരതം എഴുതി ചേർക്കുന്നു. എന്നാൽ ഈ വളർച്ചയുടെ വേഗത കണ്ട് വിറളി പൂണ്ട ചിലർ തങ്ങളുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ ജന്തർ മന്തർ പോലുള്ള ഇടങ്ങളെ സമരക്കളികളാക്കി മാറ്റുന്നു. പുറമേ നോക്കിയാൽ അതൊരു ജനാധിപത്യപരമായ പ്രതിഷേധമാണെന്ന് തോന്നാം. എന്നാൽ മുഖം മൂടി മാറ്റിയാൽ കാണാൻ കഴിയുന്നത് ആഴത്തിലുള്ള ഗൂഢാലോചനകളാണ്. ഈ സമരം ജനകീയമല്ല, ചില പ്രത്യേക അജണ്ടകൾക്ക് പിന്നിൽ ഒളിച്ചിരിക്കുന്നതാണെന്ന സത്യം ഇപ്പോൾ പകൽ പോലെ വ്യക്തമാണ്. ഇതിന് പിന്നിലെ സാമ്പത്തിക സ്രോതസ്സുകൾ ആരുടേതാണ്? ആരാണ് ഇവരെ നിയന്ത്രിക്കുന്നത്? ഇതെല്ലാം വലിയ ചോദ്യചിഹ്നങ്ങളാണ്. സമരത്തിന്റെ മറവിൽ നടക്കുന്ന രാഷ്ട്രീയ കളികൾ ഇതിലും വലുതാണ്. കെജ്രിവാൾ, പ്രകാശ് രാജ് തുടങ്ങിയവർ സമരത്തെ തങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിനായി എങ്ങനെ ഉപയോഗിക്കുന്നു എന്നത് ജനം കണ്ടതാണ്. തങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങളിൽ മാത്രം പ്രത്യക്ഷപ്പെടുകയും കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് തോന്നുമ്പോൾ പത്തിമടക്കി മുങ്ങുകയും ചെയ്യുന്ന ഇവരുടെ സ്വഭാവം തികച്ചും പരിഹാസ്യമാണ്. നേതാക്കൾ സമരമുഖത്ത് വന്ന് ഫോട്ടോ എടുക്കുകയും വലിയ പ്രസംഗങ്ങൾ നടത്തുന്നതും വെറും പ്രഹസനം മാത്രമാണ്. നിയമ നടപടികൾ വരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇവർ സമരഭൂമിയിൽ നിന്നും അപ്രത്യക്ഷരാകുന്നു. ഇതൊരു ഹിറ്റ് ആൻഡ് റൺ രീതിയാണ്. സമരക്കാർക്കൊപ്പം നിൽക്കാൻ പ്രഖ്യാപിച്ചവർ തങ്ങൾക്ക് നേരെ നിയമത്തിന്റെ കാഠിന്യം വരുമെന്ന് കാണുമ്പോൾ ഓടി ഒളിക്കുകയായിരുന്നു. ജനത്തെ വിഡ്ഢികളാക്കി സ്വന്തം രാഷ്ട്രീയ മൈലേജ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇവരുടെ ഇരട്ടത്താപ്പ് ജനം ഇപ്പോൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇത്തരം സമരങ്ങൾക്ക് പിന്നിൽ വെറും പ്രതിഷേധം മാത്രമല്ല ഉള്ളത്. ഇവർക്ക് എവിടെ നിന്നാണ് ഇത്രയും പണം ലഭിക്കുന്നത്? വിദേശത്തു നിന്നുള്ള ഫണ്ടിങ്ങും രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന ചില NGOകളുടെയും ബാഹ്യശക്തികളുടെയും പങ്കും ഇതിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഭാരതത്തിന്റെ വികസന മുന്നേറ്റത്തെ തടയാൻ ശ്രമിക്കുന്ന ആഗോള ശക്തികളുടെ അജണ്ടകളെ പറ്റി വ്യക്തമായ വിമർശനം ഉയരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യം കൂടിയാണ്. രാജ്യത്തെ ക്രമസമാധാനം തകർത്ത് വികസന പദ്ധതികൾക്ക് തടസ്സം നിൽക്കുക എന്നതിനപ്പുറം ഭാരതത്തിന്റെ പ്രതിച്ഛായ ലോകത്തിന് മുന്നിൽ മോശമാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. വിദേശ പിന്തുണയോടെ നടക്കുന്ന ഇത്തരം അരാജകത്വങ്ങൾക്ക് പിന്നിലെ ഗൂഢാലോചനകൾ പുറത്തു കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. ജനാധിപത്യം എന്നാൽ അരാജകത്വമല്ല, ഉത്തരവാദിത്വമുള്ള ഇടപെടലുകളാണെന്ന കാര്യം ഇവർ ബോധപൂർവം മറക്കുന്നു. എല്ലാം പ്ലാൻ ചെയ്തതുപോലെ നടന്നില്ല എന്ന് മനസ്സിലായപ്പോൾ അഭിജിത്ത് ദിഗ്ഗെ ശരിക്കും പെട്ടുപോയി. ഒരു പാർട്ടി തലവനായിട്ടും സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. സമരപ്പന്തലിൽ വെച്ച് പോലീസിനെതിരെ തിരിഞ്ഞു നോക്കി രാജ്യദ്രോഹികൾ എന്ന് വിളിച്ചതും പോലീസുകാരെ തങ്ങളെ നോക്കി ചിരിക്കുന്നു എന്ന് പറഞ്ഞതും ദീപ്കയുടെ മാനസിക നില തെറ്റിയതിന്റെ തെളിവാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. താൻ നേരിട്ട പരിഹാസത്തെ സഹതാപം പിടിച്ചു പറ്റാനുള്ള ആയുധമാക്കി മാറ്റാനാണ് അയാൾ ശ്രമിച്ചത്. എന്നാൽ ജനം ഇതൊന്നും വിശ്വസിക്കാൻ തയ്യാറല്ല. സ്വന്തം അണികളുടെ മുന്നിൽ പോലും പരിഹാസ്യനാകുന്ന ദീപ്കയുടെ ദയനീയ ചിത്രം ഒരു നേതാവിന്റെ പരാജയത്തെയാണ് കാണിക്കുന്നത്. പ്ലാനിംഗ് ഇല്ലാതെ വൈകാരികത മാത്രം കൈമുതലാക്കി ഇറങ്ങിയാൽ എന്ത് സംഭവിക്കുമെന്നതിന്റെ ഉദാഹരണമാണ് ദീപ്കയുടെ ഈ അവസ്ഥ. അവസാനം പൊട്ടിക്കരയുന്ന ദീപ്കയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാവുകയാണ്. സമരം പാതി വഴിയിൽ മുടങ്ങിയെന്നറിഞ്ഞപ്പോൾ പരിഭ്രാന്തനായ ദീപ്കയെ താൻ കുടുങ്ങിപ്പോയെന്ന സത്യം മനസ്സിലാക്കി പുറത്തെടുത്ത അവസാനത്തെ അടവായിരുന്നു ഈ കരച്ചിൽ. കേന്ദ്ര സർക്കാരിനോട് പലവട്ടം അപേക്ഷിച്ചിട്ടും തങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടാത്തതും കൂടെ ഉണ്ടായിരുന്നവർ കൈവിട്ടതുമാണ് ദീപ്കയുടെ ദയനീയ അവസ്ഥയ്ക്ക് കാരണമായത്. ഈ നാടകങ്ങളെല്ലാം തന്നെ അണികളെ കബളിപ്പിക്കാനും ജനശ്രദ്ധ ആകർഷിക്കാനും വേണ്ടി മാത്രമുള്ളതാണ്. സ്വന്തം അണികളെ പോലും വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്ത ഒരു നേതാവിന്റെ തകർച്ചയാണ് ഇവിടെ കാണുന്നത്. നിയമത്തെ സ്വന്തം കയ്യിലെടുക്കാനും കോടതി ഇടപെടലുകളിലൂടെ കാര്യങ്ങൾ അനുകൂലമാക്കാനും ഇവർ നടത്തിയ ശ്രമങ്ങൾ ഒടുവിൽ ഇവർക്ക് തന്നെ വിനയായി മാറി. നിയമത്തിന്റെ വഴിക്ക് പോകുമ്പോൾ അരാജകവാദികൾക്ക് അടിയേൽക്കുക എന്നത് സ്വാഭാവികമാണ്. സാധാരണക്കാരന്റെ കാഴ്ചപ്പാടിലൂടെ നോക്കിയാൽ ട്രാഫിക് തടസ്സപ്പെടുത്തുന്നതും പൊതുമുതൽ നശിപ്പിക്കുന്നതും ആരും അംഗീകരിക്കില്ല. സമരം ഒരു വിനോദമാക്കി മാറ്റുന്നത് വഴി സാധാരണക്കാരുടെ ജീവിതം ഇവർ ദുസ്സഹമാക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ഇവർക്കെതിരെ ഉയരുന്ന ജനരോഷം ഇതിനുള്ള തെളിവ് കൂടിയാണ്. ഇത്തരം സമരങ്ങൾ രാജ്യത്തിന്റെ വികസനത്തിന് തടസ്സമാണെന്നും ജനം ഇത് തിരിച്ചറിയുന്നുണ്ടെന്നും ഉള്ള നിലപാട് കൂടുതൽ ശക്തമാകുന്നു. ജന്തർ മന്തറിലെ പ്രതിഷേധം എന്നത് കേവലം ഒരു ആക്ടിവിസ്റ്റ് സമരം എന്നതിലുപരി വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടിട്ടുള്ള കൃത്യമായ രാഷ്ട്രീയ തിരക്കഥയാണെന്നത് പകൽ പോലെ വ്യക്തമാണ്. മീഡിയയിൽ ലൈക്കും വ്യൂസും വാരിക്കൂട്ടിയവർ യഥാർത്ഥത്തിൽ ജനങ്ങളെ വിഡ്ഢികളാക്കുകയായിരുന്നു. ഭരണഘടനാപരമായ ജനാധിപത്യത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടെങ്കിലും അതിനെ വിദേശ അജണ്ടകൾക്ക് വേണ്ടി വിനിയോഗിക്കുമ്പോൾ അത് രാജ്യദ്രോഹപരമായ പ്രവർത്തനമായി മാറുന്നു. പ്രകാശ് രാജിനെയും അരവിന്ദ് കെജ്രിവാളിനെയും പോലെയുള്ള നേതാക്കൾ ഈ സമരരംഗത്ത് വന്ന് പ്രസംഗിക്കുന്നതും ആവേശം പകരുന്നതും കാണുമ്പോൾ ഇതൊരു മാസ് എന്റർടൈൻമെന്റ് പരിപാടിയാണോ എന്ന് സാധാരണക്കാർ സംശയിച്ചു പോകും. എന്നാൽ നിയമത്തിന്റെ കാഠിന്യം തിരിച്ചറിയുകയും സമരം അവസാനിപ്പിക്കാൻ നിർബന്ധിതമായ സാഹചര്യങ്ങൾ ഉരുത്തിരിയുകയും ചെയ്തപ്പോൾ ഇതേ നേതാക്കൾ എലിപ്പത്തായത്തിൽപ്പെട്ടവരെ പോലെ ഒളിച്ചോടിയത് അവരുടെ സമരവീര്യത്തിന്റെ തനിനിറം വ്യക്തമാക്കുകയാണ്.
അവർ എപ്പോഴും തങ്ങൾക്ക് അനുകൂലമായ വാർത്താ ചാനലുകൾക്കും ക്യാമറകൾക്കും മുന്നിൽ മാത്രം പ്രത്യക്ഷപ്പെടുകയും നിയമപരമായ പ്രതിസന്ധികൾ വരുമ്പോൾ ജനങ്ങളെ ഒറ്റിക്കൊടുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിരം രീതിയാണ് ഇവിടെയും ആവർത്തിക്കപ്പെട്ടത്. ഇത്രയും വലിയൊരു സമരത്തിന്റെ നേതൃസ്ഥാനത്തുള്ളവർക്ക് പോലും തങ്ങളുടെ അണികളെ നിയമത്തിന്റെ മുന്നിൽ സുരക്ഷിതരാക്കാൻ കഴിയാത്തത് ഈ പ്രതിഷേധങ്ങളുടെ ലക്ഷ്യം ജനനന്മയല്ല, മറിച്ച് രാഷ്ട്രീയ നാടകങ്ങൾ മാത്രമാണ് എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇവർ ഉയർത്തുന്ന ആദർശങ്ങളെക്കാൾ വലുത് ഇവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളാണെന്ന് ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അവസാന നിമിഷം നിരാഹാരം എന്ന പേരിൽ അഭിജിത്ത് ദീപ്കെ പുറത്തെടുത്ത കണ്ണീർ നാടകം ഒരു നേതാവിന്റെ ദയനീയമായ തകർച്ചയുടെ നിറചിത്രം കൂടിയാണ്. കൂടെ നിന്ന പ്രമുഖ നേതാക്കൾ നിയമ നടപടികൾ ഭയന്ന് മുങ്ങിയതോടെ സമരം പരാജയപ്പെട്ടുവെന്ന സത്യം മനസ്സിലാക്കിയ ദീപ്കെ സ്വന്തം അണികൾക്ക് മുന്നിൽ മുഖം രക്ഷിക്കാൻ നടത്തിയ അവസാനത്തെ ആയുധമായിരുന്നു ആ പൊട്ടിക്കരച്ചിൽ. കേവലം ഒരു സമരനായകനാകാൻ ആഗ്രഹിച്ച ഇവർ നിയമത്തെ രാജ്യദ്രോഹമായി ചിത്രീകരിച്ചുകൊണ്ട് പോലീസിനെ അധിക്ഷേപിച്ചത് ജനാധിപത്യ വ്യവസ്ഥിതിയോടുള്ള ഇവരുടെ അസഹിഷ്ണുതയാണ് വെളിപ്പെടുത്തുന്നത്. പോലീസുകാർ തങ്ങളെ നോക്കി പരിഹസിച്ചുവെന്ന് വാദിച്ചുകൊണ്ട് സഹതാപം പിടിച്ചു പറ്റാൻ നോക്കുന്ന ദീപ്കയുടെ പെരുമാറ്റം മാനസികമായി താൻ എത്രത്തോളം തകർന്നിരിക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ്. നിയമം എല്ലാവർക്കും തുല്യമാണെന്നും അത് ആരുടെയും വകയല്ലെന്നും മനസ്സിലാക്കാതെ കോടതി വിധികളെ അട്ടിമറിക്കാമെന്ന് ഇവർ കരുതുന്ന വ്യാമോഹം ഇന്ത്യൻ ജുഡീഷ്യറിയോടുള്ള അനാദരവ് കൂടിയാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് സമരം ചെയ്യാനുള്ള അവകാശത്തെ സംരക്ഷിക്കുമ്പോൾ തന്നെ പൊതുമുതൽ നശിപ്പിക്കാനും നിയമപാലകരെ അധിക്ഷേപിക്കാനും ആരെയും അനുവദിച്ചുകൂടാ. BJP വിഭാവനം ചെയ്യുന്ന വികസന രാഷ്ട്രീയത്തിൽ ഇത്തരം അരാജകത്വങ്ങൾക്ക് സ്ഥാനമില്ല. ഇത്തരം നാടകങ്ങൾ കണ്ട് മടുത്ത ജനം വികസനത്തിന്റെയും പുരോഗതിയുടെയും പാതയിൽ ഒപ്പം നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. ദീപ്കയുടെ കണ്ണീർ നാടകം കാണുമ്പോൾ സഹതാപമല്ല, പുച്ഛം മാത്രമാണ് സാധാരണക്കാരായ ഒരു ഭാരതീയന് തോന്നുന്നത്. കാരണം രാജ്യത്തിന്റെ സമാധാനത്തെ തകർക്കുന്നവർക്ക് ചരിത്രം ഒരിക്കലും മാപ്പ് നൽകിയിട്ടില്ല, ഇനി നൽകുകയുമില്ല. ഭാരതീയ ജനതാ പാർട്ടി എപ്പോഴും വികസനത്തിനൊപ്പമാണ്. വികസന രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇത്തരം സമര രാഷ്ട്രീയത്തെ ജനം പുച്ഛിച്ചു തള്ളുന്നു. രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് തടസ്സമാകുന്ന ഇത്തരം അർബൻ നക്സൽ രീതികളെ തുറന്നു കാട്ടേണ്ടത് ദേശീയ താൽപര്യമാണ്. ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്കും വികസനത്തിനും തുരങ്കം വയ്ക്കുന്ന ഏത് നീക്കത്തെയും BJP ശക്തമായി എതിർക്കും. ഈ നാടകീയ സമരം എവിടെ ചെന്ന് അവസാനിച്ചു? ഇവർക്ക് ഇതിൽ നിന്ന് എന്താണ് ലഭിച്ചത്? പരിഹാസവും നാണക്കേടും മാത്രമല്ലേ? ജനം ഇതിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു കഴിഞ്ഞു. സത്യം എന്താണെന്നും ഈ സമരത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്നും ജനങ്ങൾക്ക് ബോധ്യമായി കഴിഞ്ഞു. ജനാധിപത്യം എന്നാൽ അരാജകത്വമല്ല, മറിച്ച് ഉത്തരവാദിത്വമുള്ള ഇടപെടലുകളാണെന്നും BJP നേതൃത്വം നൽകുന്ന ഭാരതം ഇത്തരം നാടകങ്ങൾക്ക് അപ്പുറമാണെന്നും നാം അടിവരയിട്ട് പറയേണ്ടതുണ്ട്. ഇനിയും ഇത്തരം തട്ടിപ്പുകളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ ജനം തന്നെ മറുപടി നൽകും. ഭാരതം ഒരു പുതിയ കാലത്തേക്ക് കുതിക്കുമ്പോൾ ഇത്തരം തടസ്സങ്ങൾ ഒന്നുമാകില്ല നമുക്ക്. ഈ വാർത്തയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.